അത്തിപ്പറ്റ ഉസ്താദിന്റെ ഒരു ശിഷ്യണ്ട്, മൊറിത്താനിയക്കാരനായ ഒരു ഷെയ്ഖിന്റെ ഇവിടെ ഖാലിദിയിലൊരു പള്ളിയിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം കുറച്ച് കിതാബുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഉസ്മാൻ ഉണ്ടായിരുന്നല്ല, അവരെ കണ്ടില്ലേ? നല്ല ഇബ്രാഹിക്ക് ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം ഇവിടെ ഇമാമാണ്, ഹാഫിളാണ്, പക്ഷെ പ്രായമുള്ള ആളാണ്. അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖലീഫയാണ്, ഉസ്താദിന്റെ ത്വരീഖത്ത് സ്വീകരിച്ച ആളാണ്. അപ്പം അദ്ദേഹം കുറേ അസ്റാറുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച, മിനിഞ്ഞാന്ന്, ഇന്ന് വ്യാഴം, ഇന്നലെ ബുധൻ, മിനിഞ്ഞാന്ന്. മനുഷ്യന്റെ ആത്മാവുകളുടെ ഒരു ബന്ധത്ത് അദ്ദേഹം വീട്ടിൽ വന്നു. ഒരു 2-3 മണിക്കൂറുണ്ടായിരുന്നു. ആ 3 മണിക്കൂറും ആത്മീയമായ ചർച്ചയായിരുന്നു. അദ്ദേഹം മൊറിത്താനിയക്കാരനാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് റളിയല്ലാഹു അൻഹു വനവ്വറല്ലാഹു മർഖദഹു, അവിടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. മൂപ്പര് പറയാം, ഞങ്ങൾ മൊറിറ്റാനിയയിൽ ഉസ്താദിന്റെ പേരിൽ ഹലക്കകളുണ്ട്. ഉസ്താദിന്റെ പേരുള്ള മസ്ജിദ് എൻ്റെ നാട്ടിലുണ്ട്, 1-ലേറെ മസ്ജിദുകൾ. പിന്നെ ജാവിയ എന്ന് പറയും, അവര് അദ്കാറുകൾ ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന പള്ളിയുടെ ഓരോ മൂലകളിൽ മജ്ലിസ് സംഘടിപ്പിക്കും, എന്നെ ജാവിയ എന്ന് പറയാം. അപ്പോൾ അലസ്മി ഷെയ്ഖ് മുഹയ്യിദ്ദീൻ, അങ്ങനെ മുഹയ്യിദ്ദീൻ എന്ന അത്തിവരസ്ഥാന്റെ പേരാണത്. മൊയ്തീൻ കുട്ടി മുസ്ലിയാരെന്നല്ലേ പറയാം, അത് മുഹയ്യിദ്ദീൻ ആ പേര്. അപ്പോൾ ഷെയ്ഖ് മുഹയ്യിദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു എന്ന് അവർ പറയാം. ആ മഹാന്റെ പേരിൽ ഞങ്ങൾ എന്നോടെ ഫാത്തിഹ ഓതുന്നുണ്ട് മൊറിത്താനിയയിൽ. അവിടുത്തെ ഒരുപാട് പള്ളികളിൽ മഹാന്റെ പേരിൽ മജ്ലിസ് നടക്കുന്നുണ്ട്. ഇവരെ ഉമ്മയെ കൊണ്ട് അദ്ദേഹം സെനഗലിൽ ഹോസ്പിറ്റലിൽ പോയ കഥ പറഞ്ഞു. കഴിഞ്ഞ ശവ്വാലിൽ സെനഗലിൽ പോയി മഹാനായ എത്തിപ്പറ്റ ഉസ്താദിനെ ഞാനന്ന് സ്വപ്നം കണ്ടു. എൻ്റെ ഉമ്മയ്ക്ക് ചികിത്സയ്ക്ക് ഉമ്മനെ കൊണ്ടുപോയതാണ്. അങ്ങനെ ഉസ്താദ് സ്വപ്നത്തിൽ വന്ന് 3 പ്രാവശ്യം പറഞ്ഞു, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ, ഉലൈക ഹുമുസ് സ്വാദിഖൂൻ. അവർ സത്യസന്ധന്മാരാണ്, അവർ സത്യസന്ധന്മാരാണ്, ആ പാതയിലുള്ളവർ സത്യസന്ധന്മാരാണ് എന്ന് മഹാൻ പറഞ്ഞു. ഉസ്താദിന്റെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ദാൽഹുദയിൽ 2 പ്രാവശ്യം പോയി സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ഉസ്താദ് അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖലീഫയാണ്. അല്ലയിലെ പുക്കോയത്തങ്ങൾ അത്തിപ്പറ്റ ഉസ്താദിന്റെ ഖലീഫയാണ്. ഈ മൊറിത്താനി ഷെയ്ഖും ഉസ്താദിന്റെ ഖലീഫയാണ്. ഇവരങ്ങോട്ടും ആത്മീയമായ ബന്ധങ്ങൾ കാണും. അപ്പോൾ അവർ പറയായിരുന്നു, നമ്മൾ മുഅ്മിനീങ്ങൾ തമ്മിലുള്ള ബന്ധം ഈമാന്റെ ബന്ധമല്ലേ, അതിനപ്പുറം എന്താ വേണം? നമ്മൾ എന്ത് നാട്ടുകാരാണെങ്കിലും അറബി അറിയെങ്കിലും ഇല്ലെങ്കിലും റൂഹിന്റെ ബന്ധമുണ്ടല്ലോ. ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരും നമ്മൾ അവരുമായി റൂഹിന്റെ ബന്ധമുണ്ട്. അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ റൂഹ് സ്വതന്ത്രമാവും. ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബോഡിന്റെ ഉള്ളിലെ റൂഹ് കിടക്കുന്നത്, റൂഹിന് ഒരുപാട് നിയന്ത്രണങ്ങളുണ്ടെന്ന്. മരിച്ചു കഴിഞ്ഞാൽ റൂഹിന് സ്വാതന്ത്ര്യം കൂടും. ആലമുൽ അർവാഹിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ അല്ലാമ ഇബ്നു അബി ദുനിയയുടെ കിതാബുകളൊക്കെ എടുത്തു നോക്കിയാൽ അത്ഭുതം തോന്നും. ആലമുൽ അർവാഹ്, റൂഹിന്റെ ബന്ധം ഭയങ്കരമാണ്. നമ്മളൊരു മരിച്ചു കിടക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യനെ സലാം പറഞ്ഞ് അവിടെ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ റൂഹും അവരുടെ റൂഹും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കും. അവർ സലാം അടക്കുന്നുണ്ടെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ജീവിച്ചിരുന്നാലും മരിച്ചു കഴിഞ്ഞാലും മഹാന്മാരും മുഅ്മിനീങ്ങളും തമ്മിലുള്ള ബന്ധം പൂർവോപരി ശക്തിയായി തുടരുന്ന, മരിച്ചു കഴിഞ്ഞാലും ആലമുൽ അർവാഹിലും ആലമുൽ ബർസഖിലും നമുക്ക് അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ജീവിച്ചിരിക്കുന്ന ഒരു ജീവനുള്ള തടിയോട് മാത്രമുള്ള ബന്ധമല്ല മുഅ്മിനീങ്ങളുടെ ബന്ധം. ഈ ബന്ധമൊക്കെ കിടക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിൽ നിന്നാണ്. തങ്ങളുടെ ഹദറത്താണെങ്കിലോ അള്ളാഹുവുമായി ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന ബന്ധമാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ കണക്ടിവിറ്റി പോകേണ്ടത്. ഭയങ്കരമായ സ്നേഹം, മഹബ്ബത്ത് മുഅ്മിനീങ്ങൾക്ക് തോന്നുന്നതാണ്. അള്ളാഹുവിന്റെ ഖലീഫമാരാണ് മനുഷ്യന്മാർ, അള്ളാഹിന്റെ ഖലീഫമാരാണ്, അള്ളാഹുവിന്റെ പ്രതിനിധികളാണ്. അള്ളാഹു എന്നത് റഹ്മത്താണ്, അള്ളാഹു കാരുണ്യവാനാണ്. ഗലബത്ത് റഹ്മത്തി ഗളബി, എന്റെ കരുണ എന്റെ ദേശത്തെക്കാളും കൂടുതലാണ്, എന്റെ ദേശത്തെക്കാളൊക്കെ ഒരുപാട് മടങ്ങ് എന്റെ കരുണയാണ് എന്ന് അല്ലാഹു ജല്ല ജലാലു പറയുന്നു ഖുദ്സിയായ ഹദീത്ത്. അപ്പോൾ മുഅ്മിനീങ്ങൾ റഹ്മത്തുമായി നടക്കുന്നവരായ യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരുടെ ഖൽബിൽ റഹ്മത്തേ ഉണ്ടാവും. അത് ഈ മഹാൻ പറയാണ്, ശൈഖ് അവറുകൾ പറയാണ്, അത് മനുഷ്യരോട് മാത്രമല്ല ഖൽഖിനോട് മൊത്തം. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, പുണ്യനബിയെ അങ്ങയെ നാം ലോകത്തിന് റഹ്മത്തായിട്ടല്ലേ അയച്ചത്. അത്തിപ്പറ്റ ഉസ്താദ് ഉറുമ്പുകൾക്ക് ഭക്ഷണം കൊടുക്കണ കഥയൊക്കെ ഉസ്താദിന്റെ മോൻ വാഹിദ് ഉസ്താദ് പറയാറുണ്ടായിരുന്നു അല്ലേ. ഉറുമ്പുകളോട് സ്നേഹം, പക്ഷികളോട്, മൃഗങ്ങളോട് ഉസ്താദിന്റെ മഹബത്ത്, അത് ഇതാണ്. ജനങ്ങൾക്കെന്ന് മാത്രമല്ല മനുഷ്യരോട്, സൃഷ്ടികൾ ഇതൊക്കെ അള്ളാന്റെ പടപ്പുകളല്ലേ. ആ ഒരു വീക്ഷണത്തിലാണ് നോക്കുക. പിന്നെ മനുഷ്യരൊക്കെ അള്ളാന്റെ പടപ്പുകളാണ്.
ഇനിയിപ്പോ കാഫിരീങ്ങളായ ആളുകൾക്ക് പോലും അവർക്ക് ഹിദായത്ത് കിട്ടണമെന്ന് കൽബുകൊണ്ട് കൊതിയൂറുന്ന ഒരു മഹബത്ത് അവരോടുണ്ടാവും. എങ്ങനെ? ഹിദായത്തിന്റെ അഹലുകാരായിട്ട് അവരൊക്കെ മാറണം എന്ന ചിന്ത. അങ്ങനെ സർവ്വതിനോടും കരുണ തോന്നുന്ന ഒരു ബന്ധമാണ് മുഅ്മിനീങ്ങളുടെ കൽബിലുണ്ടാവുക. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ഈ കണക്ടിവിറ്റി, നമ്മളും മുഅ്മിനീങ്ങളും തമ്മിൽ ഒരു ഷബക്ക, ഒരു നെറ്റ്വർക്ക് വേണം. ഈ നെറ്റ്വർക്കിന്റെ ഹെഡ് ഓഫീസ് പരിശുദ്ധമായ റൗളയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് കിടക്കുന്ന കണക്ടിവിറ്റി നേരിട്ട് അള്ളാഹുവിന്റെ അർശിലേക്കാണ്. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നബി തങ്ങൾ കൊണ്ടുവന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മറ്റേത് ബന്ധങ്ങളെ നമ്മളിപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ നാടവിടെ എനിക്ക് അറിഞ്ഞോളന്നില്ല, എൻ്റെ നാടവിടെ നിങ്ങൾക്ക് അറിഞ്ഞോളന്നില്ല. നമ്മൾ ഒരു മജ്‌ലിസിൽ വന്നിരിക്കുന്നു, ആലമുൽ അർവാഹിൽ കണ്ട് പരിചയപ്പെട്ടത് കൊണ്ട് നമ്മളിവിടെ എത്തി, അല്ലേ? അള്ളാഹു കണക്കാക്കിയ നേരം വരെ ഉണ്ടാവും. ഈ ബന്ധം ഈമാനിന്റെ ഒരു ബന്ധമാണ്, വേറൊന്നും നമ്മളെ ബന്ധിപ്പിക്കുന്നില്ല, വേറെ ഒരു ഇടപാടോ കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മൾ ഈമാനുമായുള്ള ബന്ധമാണ്. ആ ബന്ധം നമ്മൾ ജീവിച്ചിരുന്നാലും ആ ബന്ധമുണ്ട്, മരിച്ചുപോയ നമ്മൾ കാണാതെ ആയിപ്പോയാൽ ആ ബന്ധം കൂടുതലാന്ന് പറയാം. അത് കാണാണ്ടായിപ്പോയ പിന്നെ ബന്ധം അല്ലല്ല, കാണാണ്ടായിപ്പോയ റൂഹുകൾ പെട്ടെന്ന് ബന്ധം. റൂഹുകൾക്ക് ദൂരല്ല, നമുക്ക് യാത്ര ചെയ്യാൻ സമയമെടുക്കും, റൂഹുകൾക്ക് സമയം വേണ്ട യാത്ര ചെയ്യാൻ. അതുകൊണ്ട് ആത്മീയമായൊരു ഈമാനിന്റെ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ കൽബിൽ നിന്ന് വരേണ്ട വിഷയമാണത്. അങ്ങനെ ഒരു സ്നേഹബന്ധം നമ്മൾ തമ്മിലുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ലോകത്തെവിടെയാണെങ്കിലും നമ്മുടെ റൂഹുകൾ തമ്മിൽ സംവദിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ പറയും, നിങ്ങളെ പറ്റി ഓർത്തത്തേ ഉള്ളൂ, അപ്പം തന്നെയാണ് നിങ്ങൾ വിളിച്ചത് എന്ന് പറയും. അതൊക്കെ ചില ബന്ധങ്ങളാണ്, അള്ളാഹു തയ്യാറ് ചെയ്യുന്ന ചില കണക്ടിവിറ്റികളാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ കണക്ടിവിറ്റി അള്ളാഹുമായുള്ള ഈ നിസ്കാരത്തിലുള്ള മുനാജാത്താണ്. അത് മിഅ്റാജായി കിട്ടണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മൾ ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു